സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധീരെ തണലിൽ ജീവിക്കുന്നത്. അതല്ലേ പറഞ്ഞ, സുചേട്ടൻ മരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം എന്ന് വെച്ചാൽ രേണുസുധിയാണ്. ഞാൻ ഇതുവരെയും രേണുസുധീൻ്റെ ഒരു വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഇന്നലെ രേണുസുധീൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതിൻ്റെ അകത്ത് രേണുസുധി പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ റിയാക്ഷൻ ചെയ്യുന്നത്. സുധിച്ചേട്ടനെ കുറിച്ചിട്ടാണ് കൂടുതലും പറയുന്നത്. സുധിച്ചേട്ടൻ ഇനി മരിച്ചു കഴിഞ്ഞില്ല, ഇനി സുധിച്ചേട്ടൻ്റെ തണലിലൊന്നും ജീവിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് രേണുവിൻ്റെ ഇപ്പോഴത്തെ സംസാരം കേൾക്കുമ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള പോലെയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മുമ്പത്തെ വീഡിയോ ഒക്കെ വളരെ പാവത്തെ പോലെ വളരെ ഇതായിട്ട് നല്ല രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ കുറച്ചൊരു അഹങ്കാരം നിറഞ്ഞ വീഡിയോ പോലെയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് വെക്കാം. അത് കേട്ട ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാം. സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധീരെ തണലിൽ ജീവിക്കുന്നത്. അതല്ലേ പറഞ്ഞ, സുചേട്ടൻ മരിച്ചു പോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ് ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും സുധീര ഭാര്യ തന്നെയല്ലേ. ഇതിന്റെ ആവശ്യമില്ല. കാരണം ഭർത്താവിന്റെ പേര് എന്തിനാ മാറ്റി വെക്കുന്നത്? ഞാൻ വേറെ ആളെ കെട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാം. മനസ്സിലായോ? ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്റെ താലി കെട്ടിയ ഒരാളേ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. പല ആരോപണങ്ങൾ വരും. 10 കെട്ടുമെന്നും നാളെ 5 കെട്ടുമെന്നും 10, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് അങ്ങനെ പബ്ലിക്കാക്കേണ്ട കാര്യമില്ല. അതെന്തേലും കാണിക്കട്ടെ, നമുക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോൻ്റെ അകത്ത് അവർ ചോദിക്കുന്നുണ്ട് സുധിയുടെ തണലിലാണോ രേണു കഴിയുന്നതെന്ന് പറയുന്നപ്പോൾ തന്നെ എടുത്ത വായിൽ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സുധിയുടെ തണലിലൊന്നും സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞില്ലേ, ഇനി സുധിയുടെ തണലിൽ കഴിയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. രേണുസുധിയെ നമ്മൾ അറിയുന്നത് തന്നെ സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള നിലയിലാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ തന്നെ രേണുവിൻ്റെ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ അറിയപ്പെടുന്നതും സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞ രീതി തീരെ എനിക്ക് നല്ലതായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം സുധിച്ചേട്ടൻ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത്, അതായത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ അകത്താണ് രേണുവിനെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് രേണുവിനെ നമ്മൾ അറിയുന്നത് തന്നെ. രേണു ഇപ്പോൾ എവിടെയെങ്കിലും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രേണുവിനെ കുറച്ച് പേര് അറിയുന്നുണ്ടെങ്കിൽ അത് സുധിച്ചേട്ടൻ കാരണം മാത്രമാണ്. അല്ലാതെ സ്വന്തം കഴിവുകൊണ്ടൊന്നും എത്തിയതല്ല രേണു. കാരണം ഒരു സിമ്പതിയുടെ പേരിലാണ് രേണുവിനെ എല്ലാവരും കണ്ടിരുന്നത്. അങ്ങനെയാണ് രേണുവിന് എല്ലാത്തിലും ചാൻസ് കിട്ടിയത്. സുധിച്ചേട്ടൻ്റെ പേരിലാണ് രേണു ഇപ്പോഴും അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് രേണുവിൻ്റെ കുറച്ച് വീഡിയോ കൂടി കാണാനുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് പ്ലേ ചെയ്യാം ആദ്യം. ആ വീഡിയോൻ്റെ അകത്ത് കുറച്ചും കൂടി പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ അതൊന്ന് കണ്ടിട്ട് വരാം. ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും സുധീര ഭാര്യ തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രേണു സുധി എന്നാണല്ലോ പേര്. ഇപ്പൊ എന്താണ് രേണു സുധിയുടെ പേര് സുധി അങ്ങ് മാറ്റി വെച്ചിട്ട് സുധിക്ക് രേണു ജീവിക്കുന്നത്? ഇതിന്റെ ആവശ്യമില്ല. കാരണം ഭർത്താവിന്റെ പേര് എന്തിനാ മാറ്റി വെക്കുന്നത്? ഞാൻ വേറെ ആളെ കെട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാം. മനസ്സിലായോ? ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്റെ താലി കെട്ടിയ ഒരാളേ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. പല ആരോപണങ്ങൾ വരും. 10 കെട്ടുമെന്നും നാളെ 5 കെട്ടുമെന്നും 10, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. രേണു അന്ന് പറഞ്ഞത് ഞാൻ സുധിച്ചേട്ടനെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ, മറ്റൊരു വിവാഹം ഞാൻ എന്തായാലും കഴിക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു രേണു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി പറഞ്ഞതുകൊണ്ടാണ് രേണുവിനെ കൂടുതലായിട്ട് പറയുന്നത്. അല്ലാതെ രേണുവിനോട് ആർക്കും വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. രേണു ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, രേണുവിൻ്റെ ആൽബത്തിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ കൂടെ ഒന്ന് കേട്ടു നോക്ക്. ആൽബത്തിലൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്, കുറേ കഴിച്ചിട്ടുണ്ട്. ആൽബത്തിൽ ഇപ്പൊ എത്ര എണ്ണ കഴിച്ചത് അതെനിക്ക് ഓർമ്മയില്ല. ആൽബം അഭിനയിക്കുന്ന കെട്ട് ഒളിച്ചോട്ടം തേപ്പ് ഇതൊക്കെ തന്നെയാണ് ആൽബം. രേണുവിൻ്റെ ആൽബം ഹിറ്റാണെന്നൊക്കെ രേണു പറയുന്നുണ്ട്. അത് കൂടുതലും വ്യൂസ് കിട്ടിയത് എന്താ വെച്ചാൽ രേണുവിൻ്റെ അഭിനയം എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അധികം ആളും കയറി കാണുന്നത്. അങ്ങനെയാണ് വ്യൂസ് കൂടുന്നത്. ആദ്യത്തെ ആൽബത്തിൻ്റെ ഒന്നും അത്ര വലിയ രസങ്ങളൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മെച്ചപ്പെട്ട് വരുന്നത്. അല്ലാതെ വ്യൂസ് കിട്ടിയെന്ന് വെച്ചിട്ട് അതങ്ങനെ വലിയ ഹിറ്റായി നിന്നും പറയാൻ ആർക്കും കഴിയില്ല. കാരണം വ്യൂസ് കിട്ടും, അതെങ്ങനെയുണ്ട് നമ്മൾ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ കയറി കാണില്ലേ അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ.
പിന്നെ രേണു ഇന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു മാപ്പിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം രേണുവും പ്രതീഷും കൂടി ഒരു നറുക്കെടുപ്പിൻ്റെ അതിൻ്റെ ഒരു പരസ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഓൾറെഡി ഒരു നറുക്കെടുപ്പിൻ്റെ അത് നറുക്കെടുക്കുന്ന രീതിയൊക്കെ ലൈവായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. തട്ടിപ്പിൻ്റെ ഒരു ഇതായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ ശേഷം അവർ ആ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. ഞാൻ രേണുസുതിയാണ്. അപ്പം ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന് കൂട്ട് വന്നു, ലോട്ടറിയുടെ ഇതിന് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രേണുസുതി തട്ടിപ്പിന് കൂട്ട് വന്നു പരസ്യം പറഞ്ഞതൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഉള്ള കാര്യം പറയാം. ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ എന്താ പറയുക, ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേരിട്ടതാണ്. പക്ഷേ അന്ന് അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല. അവർ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് പരസ്യം. അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിന് കൂട്ട് തന്നിട്ടില്ല. അത് തട്ടിപ്പല്ല. പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഇങ്ങനെ ലോട്ടറി, ലക്കീസർ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ, ഇത് കുറേ പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷയുള്ള ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ്. ഇതാണ് ഇതിൻ്റെ സത്യം. ഓൾറെഡി ഈ മുന്നേ ഒരു നറുക്കെടുപ്പ് വന്നിട്ട് അതൊക്കെ പ്രശ്നമായതാണ്. അവർ നറുക്കെടുക്കുന്ന രീതിയൊക്കെ കണ്ടില്ല. അവർ അവിടെ അടിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ നറുക്കെടുക്കുന്നതൊക്കെ കണ്ടതാണ്. നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് അത്ര വിശ്വസിക്കാനൊരു പ്രയാസമുണ്ട്. എന്ത് കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ മാപ്പ് പറഞ്ഞതുകൊണ്ട് പ്രശ്നം അങ്ങനെയില്ല. ഓൾറെഡി കുറേ പേര് ആ ടിക്കറ്റ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കാശൊക്കെ തിരിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനിയെങ്കിലും ഇതുപോലെ തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക. ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.